അടുത്തതായി നമ്മോട് സംവദിക്കുന്നത് MSFന്റെ ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജുവാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരോടുകൂടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈ ചടങ്ങിലെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള സുഹൃത്തും കാസർഗോഡ് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സലാം സാഹിബ്, ഇവിടെ നമ്മോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ആദരണീയനായ മുസ്ലിം ലീഗിൻ്റെ നേതാവ്, സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ട്രഷറർ CT അഹമ്മദ് അലി സാഹിബ്, സ്വാഗതം പറഞ്ഞ പ്രിയങ്കരനായിട്ടുള്ള ജനറൽ സെക്രട്ടറി TR ഹനീഫ് സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ കലക്ടർ മൈൻ ഹാജി, വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VPK ഹമീദ് അലി സാഹിബ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള AKM അഷ്റഫ് MLA, പ്രിയങ്കരനായിട്ടുള്ള നിസാർ തലങ്കര, MB യൂസുഫ്, KE ബക്കർ, കടവത്ത് NA ഖാലിദ്, T മൂസ, അബ്ദുറഹ്മാൻ സാഹിബ്, AGC ബഷീർ, പ്രിയങ്കരനായിട്ടുള്ള യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായിട്ടുള്ള അഷ്റഫ് എടനീർ, പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള MSFൻ്റെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി, എല്ലാവരും ഇവിടെയുണ്ട്. സമയത്തിൻ്റെ കുറവ് മൂലം ആരുടെയും പേര് പറയുന്നില്ല. ഏതായാലും വലിയ ഒരു ചടങ്ങിലാണ് നമ്മൾ ഇന്ന് സന്നിഹിതരായിരിക്കുന്നത്. ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുസ്മരണവും അതോടൊപ്പം തന്നെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ഹെൽത്ത് ആൻഡ് വെൽനസ് കെയർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇസാദ് പദ്ധതിയുടെ ധനസഹായ വിതരണവുമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഞാൻ പലപ്പോഴും KMCCയുടെ വേദിയിൽ പോയി സംസാരിക്കാറുള്ള ഒരു കാര്യം, ലോകത്ത് തന്നെ ഏറ്റവും വലിയ പുരസ്കാരമെന്ന് പറയുന്നത് നൊബേൽ പ്രൈസാണ്. അത് എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും സമ്മാനിക്കും. കല, സാംസ്കാരികം, അതുപോലെയുള്ള എല്ലാ വൈവിധ്യങ്ങളാകുന്ന മേഖലയിലുള്ള ആളുകൾക്ക് കഴിവ് തെളിയിക്കുന്നവർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. ലോകത്ത് തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള പുരസ്കാരമാണ് നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരു നൊബേൽ പ്രൈസ് ഉണ്ടെങ്കിൽ അത് മറ്റാരും അർഹരല്ല. അതിലൊരേ ഒരു സംഘടന അർഹമേയുള്ളൂ, അത് KMCC എന്ന സംഘടന മാത്രമാണ് എന്ന് ഞാൻ പലപ്പോഴും ഈ KMCCയുടെ യോഗത്തിൽ സംസാരിക്കാറുണ്ട്. ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ലോകോത്തരത്തിലുള്ള ഏജൻസികൾക്ക് മുന്നിൽ വളരെ അഭിമാനപൂർവ്വം നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു സംഘടനയുടെ യഥാർത്ഥ പിക്ചർ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാവുന്ന ഒരു സംഘടനയാണ് KMCC. ഏതായാലും ഇന്ന് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും മറ്റൊക്കെ സംസാരിച്ചതുപോലെ KMCC പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ നടത്തുന്ന പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത്ര വലിയ മഹത്തരമായ പദ്ധതികളാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും, ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് വളരെ സജീവമായിട്ട് ഇന്ത്യക്ക് പുറത്ത് വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്തും വളരെ സജീവമായി ഇപ്പോൾ KMCC ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ സർവശക്തനായ നാഥൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എന്നെ ക്ഷണിച്ചപ്പോൾ, പ്രിയങ്കരനായിട്ടുള്ള സലാം സാഹിബ് ഇവിടെ ക്ഷണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പ്രിയങ്കരനായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അനുസ്മരിക്കണമെന്ന്. ഒരുപക്ഷേ വലിയ മനുഷ്യനെ അനുസ്മരിക്കാൻ ഒരുപക്ഷെ ഞാൻ അർഹനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ട കാലം മുതൽ, ചെറുപ്പം, ഞാൻ ഒരു കുട്ടിയായ സമയം മുതൽ എനിക്ക് ഒരു കുട്ടിയുടെ സാമീപ്യത്തിൽ കിട്ടാവുന്ന ലാളന കിട്ടി തുടങ്ങുന്ന കാലം മുതൽ ആ വീട്ടിലുമായി അടുത്ത ബന്ധം പുലർത്തിയ ഒരു ആളായിരുന്നു ഞാൻ. അത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിലൂടെ തുടങ്ങി അവരുടെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ഇപ്പോഴത്തെ മക്കൾ ഉൾപ്പെടെയുള്ള ആ ഒരു തലമുറയുമായി ഇടപഴകാൻ ഈ ചെറിയ പ്രായത്തിലും സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ശിഹാബ് തങ്ങളെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരൊറ്റ വാക്കാണ്. മഹാനായ തങ്ങൾ നമ്മോട് വിട പറഞ്ഞത്
2009 ഓഗസ്റ്റ് 1 തീയതിയാണ്. നമ്മളെല്ലാവരും വളരെ വിഷമിച്ചിരിക്കുന്നൊരു സമയമായിരുന്നു. അന്നൊരു ഏകദേശം ഒരു മഗ്രിബിൻ്റെയും ആ ഇഷയുടെയും ഇടയിലുള്ളൊരു സമയത്താണ് ഔദ്യോഗികമായി തങ്ങൾ നമ്മൾ വിട പറയുന്ന വാർത്ത നമ്മളെല്ലാവരും വളരെ വിഷമത്തോടു കൂടി കേൾക്കുന്നത്. അതിന് തൊട്ടടുത്ത ദിവസം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സർക്കുലേഷനുള്ള ഒരു ദിനപത്രം ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ദിനപത്രത്തിൽ ഒരു മുഖപ്രസംഗം എഴുതി. തങ്ങൾ എന്തായിരുന്നുവോ ഇക്കാലം അത്രയും ചെയ്തിട്ടുള്ളത്, തങ്ങളുടെ ജീവിതം എന്തായിരുന്നുവോ എന്ന് അന്വർത്ഥമാക്കുന്ന ഒരൊറ്റ തലക്കെട്ടായിരുന്നു അന്നത്തെ പത്രത്തിൽ കൊടുത്തിരുന്നത്. ദ ലാസ്റ്റ് പ്രൊഫറ്റ് ഓഫ് സെക്യുലർ പൊളിറ്റിക്സ് എന്നാണ്. മതേതര രാഷ്ട്രീയത്തിൻ്റെ അവസാനത്തെ പ്രവാചകൻ എന്ന് എഴുതിയത് ചന്ദ്രികയല്ല, അതെഴുതിയത് മാധ്യമമോ സുപ്രഭാതമോ മനോരമയോ മാതൃഭൂമിയോ അല്ല. ഇന്ത്യയിൽ ഉടനീളം സർക്കുലേഷനുള്ള ഒരു പത്രം ലാസ്റ്റ് പ്രൊഫറ്റ് ഓഫ് സെക്യുലർ പൊളിറ്റിക്സ് എന്ന് എഴുതണമെങ്കിൽ ആ മനുഷ്യൻ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ചെയ്തു വെച്ചിട്ടുള്ള വലിയ സേവനങ്ങളുടെ ഏറ്റവും വലിയ ഒരൊറ്റ ക്രിസ്പായിട്ടുള്ള വേർഡാണത്. അവിടെ തന്നെയുണ്ട്, ആ വാക്യത്തിൽ തന്നെയുണ്ട് ആരായിരുന്നു പ്രിയപ്പെട്ട ശിഹാബ് തങ്ങളെന്ന്. കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികളുടെ നേതാവാണ് ശിഹാബ് തങ്ങൾ. യുവാക്കളോട് ചോദിക്കുമ്പോൾ യുവാക്കളുടെ നേതാവാണ് ശിഹാബ് തങ്ങൾ. വലിയവരോട് ചോദിക്കുമ്പോൾ അവരുടെ നേതാവാണ്. പ്രായമുള്ളവരോടും എല്ലാവരോടും ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് എൻ്റെ നേതാവ് എന്നതാണ്. കാരണം അവർക്കൊക്കെ ആ ഒരു സാമീപ്യം, തങ്ങളുടെ സാമീപ്യം ലഭിക്കാൻ സാധിച്ചു എന്നതാണ്. ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്, ഒരുപക്ഷെ ഉഗ്രപ്രതാപിയായ വലിയ പ്രഭാഷകനായിരുന്നില്ല തങ്ങൾ, വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി ആൾക്കൂട്ടങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ചെറിയ വാക്കുകൾ കേൾക്കാൻ ആളുകൾ ഒരുപാട് കൂടുമായിരുന്നു. ആ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, ഐക്യത്തിൻ്റെ വലിയ സന്ദേശം ഉണർത്താൻ അത് ആ ഒരൊറ്റ വാക്ക് മാത്രം മതിയായിരുന്നു. കുറച്ച് സംസാരിക്കുന്ന, ഒരുപാട് കേൾക്കുന്ന ആ ഒരു വലിയ മനുഷ്യനെയാണ് പിന്നീട് നമ്മളെല്ലാ തരത്തിലും എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിച്ചത്. അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കായാലും അത് ഏത് മേഖലയിലായാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് പാണക്കാട്ട് വെച്ച് ആദരണീയനായ തങ്ങൾ മരിച്ച 15ാം വാർഷികത്തിൻ്റെ ഭാഗമായി മലയാള മനോരമ ഒരു വലിയ പരിപാടി പാണക്കാട് കുടപ്പനക്കൽ മുറ്റത്ത് സംഘടിപ്പിച്ചു. മനോരമ പോലെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സർക്കുലേഷൻ ഒരു പത്രം മഹാനായ തങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് 2 ദിവസത്തെ പ്രദർശനം നടത്തിയപ്പോൾ ആ ചിത്രത്തിലൂടെ നിങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട തങ്ങൾ നടന്നു പോയ വഴികളിലൂടെ നമ്മളെ മനസ്സ് ഇങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ്. അതിലെല്ലാ മേഖലയിൽപ്പെട്ട ആളുകളുമുണ്ട്. രാഷ്ട്രതലവന്മാർ മുതൽ ചായ കൊടുക്കുന്ന സാധാരണക്കാരൻ വരെ ആ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ പ്രിയപ്പെട്ട നേതാവായിരുന്നു ശിഹാബ് തങ്ങൾ എന്നതാണ്. ഒരുപക്ഷേ കൈറോയിൽ പഠിക്കുന്ന സമയത്ത്, ഈജിപ്തിലെ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത്, ഇന്നത്തെ കാലമല്ല ഞാൻ പറയുന്നത്, 40-50 വർഷങ്ങൾക്ക് മുമ്പ് ശിഹാബ് തങ്ങൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തെ കൂടെ പഠിച്ച മാമൂൻ അബ്ദുൽ ഖയ്യൂമാണ് പിന്നീട് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായി മാറിയത്. മഹാനായ ശിഹാബ് തങ്ങളുടെ കൂടെ പഠിച്ച പല ആളുകളും രാജ്യത്തിൻ്റെ വിവിധ അംബാസഡറുകളായി, രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന വലിയ ഉദ്യോഗസ്ഥരായി മാറി. അതേ കൈറോ യൂണിവേഴ്സിറ്റിയിൽ, അതേ ഈജിപ്തിൻ്റെ കൈറോ യൂണിവേഴ്സിറ്റിയിൽ മഹാനായ ശിഹാബ് തങ്ങൾ അധ്യാപക ജോലിയിലേക്ക് അവർ സെലക്ട് ചെയ്യപ്പെടുന്ന കഥയുണ്ടായിരുന്നു. പക്ഷേ മഹാനായ പൂക്കോയ തങ്ങൾ ശിഹാബ് തങ്ങളെ തിരിച്ചു വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സേവനം വേണ്ടത് ഇവിടെയാണ്, കേരളത്തിലാണ്, ഈ നാട്ടിലാണ്, ഈ മണ്ണിലാണ്. ഈ മണ്ണിലെ മനുഷ്യരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ട തങ്ങൾ ഉണ്ടാകണമെന്ന ബാപ്പയുടെ ഉപദേശം സ്വീകരിച്ചാണ് പിന്നീട് ഈജിപ്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ തുടങ്ങിയതാണ് പിന്നീട് തങ്ങളുടെ ജീവിതം അങ്ങനെ പറയുന്നത്. 1975 ജൂലൈ 6 തീയതി തൻ്റെ പിതാവ് PMSA പൂക്കോയ തങ്ങൾ ഇവിടെ പറയുമ്പോൾ ഒരുപക്ഷെ ഒരു വലിയ പ്രസ്ഥാനത്തെ നയിക്കാൻ അന്നൊരു ചെറുപ്പക്കാരനായ ഒരു നേതാവ്. അങ്ങനെയാണ് 1975 സെപ്റ്റംബർ 1 തീയതി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് പ്രിയപ്പെട്ട തങ്ങൾ വരുന്നത്. അങ്ങനെ നീണ്ട 34 വർഷം ഒരു പാർട്ടിയുടെ പ്രസിഡന്റായിട്ടാണ് പ്രിയപ്പെട്ട തങ്ങൾ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയത്. ആ 3.5 പതിറ്റാണ്ട് കാലം മുസ്ലിം ലീഗിനെ ഏതെല്ലാം തരത്തിലൂടെ കൊണ്ടുപോകാൻ തങ്ങൾക്ക് സാധിച്ചു എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്.
എനിക്കറിയാം കാസർഗോഡ് ജില്ല ഒരുപക്ഷെ തങ്ങൾക്ക് ഏറ്റവും ഹൃദയബന്ധമുള്ള ഒരു ജില്ലയായിരിക്കാം. എൻ്റെ മുമ്പിലിരിക്കുന്ന ഉമ്മർച്ചയൊക്കെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പാണക്കാടുമായി എപ്പോഴും സന്ദർശിക്കുന്ന, എപ്പോഴും ബന്ധം പുലർത്തുന്ന ബഷീർ സാർ, എല്ലാവരും ഇവിടെ ആരും പേര് പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, എല്ലാവരുടെയും പ്രിയപ്പെട്ട തങ്ങളായിരുന്നു. പ്രത്യേകിച്ച് കാസർഗോഡുകാർക്കൊക്കെ അവരെത്ര ആകാംക്ഷയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അവർ സ്നേഹിച്ചു എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ 34 വർഷക്കാലം കേരളത്തിൽ മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുക്കാൻ, എല്ലാ പ്രതിസന്ധികളിലും അതിജീവിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ മണ്ണിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറത്താൻ സാധിച്ച നേതാവായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അങ്ങാടിപ്പുറത്തിൻ്റെ തളിക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽ കത്തി നശിപ്പിച്ചപ്പോൾ ഒരു കലാപം അവിടെ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച സമയത്താണ് ഒരു വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞ് പ്രിയപ്പെട്ട തങ്ങൾ കാറിലൂടെ കയറി ആ പ്രദേശത്ത് അമ്പലത്തിൻ്റെ ഗോപുരവാതിലിൻ്റെ മുറ്റത്തെത്തിക്കൊണ്ട് പറയുന്നത്, ഇത് പുനർനിർമ്മിക്കാനുള്ള ഫണ്ട് ആദ്യം തരുന്നത് ഞാനായിരിക്കുമെന്ന് പറഞ്ഞ പൂജാരിയിലേക്ക് പൈസ കൊടുത്ത കഥ നമ്മളെല്ലാവരും കേട്ടതാണ്. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. മാറാട് കലാപം അല്ലേ, ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഈ നാടിനെ സമാധാനത്തിൽ നിന്ന് തകർത്ത് തരിപ്പണമാക്കാൻ ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ സന്ദർശനം കൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. ഒരു വലിയ പ്രശ്നം നടക്കുന്നിടത്തേക്ക് ആ കാറിൽ നിന്ന് ശിഹാബ് തങ്ങളെന്ന് ഇറങ്ങി വന്നാൽ അവിടെ ആ പ്രശ്നം അങ്ങനെ സമാധാനത്തിലൂടെ അവസാനിക്കുകയാണ്. അവിടെ ഒരു കലാപം പുറപ്പെടുമെന്ന് പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ അവിടെ ഒരു മതസ്പർദ്ധയായ ഒരു വിഷയങ്ങളുണ്ട്, തങ്ങൾ അങ്ങോട്ട് പോകണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ബഹനായ തങ്ങളെ വിളിച്ചു പറഞ്ഞു, തങ്ങൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് സുഖമായി അവിടെ ജോലി ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞത് കേരളത്തിലെ സുപ്രസിദ്ധനായിട്ടുള്ള ഒരു IPS ഓഫീസറായിരുന്നു. അവർക്കറിയാം തങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന്. അങ്ങനെ ഒരു നേതാവായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. എത്ര സമയം സംസാരിച്ചാലും ഓർത്തെടുത്താലും തീരാത്തത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് പ്രിയപ്പെട്ട തങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഇപ്പോഴും നമ്മുടെ ഇടയിൽ ആ മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചീറിപ്പായുന്ന ആംബുലൻസുകൾക്ക് മുന്നിലും ശിഹാബ് തങ്ങളുടെ ചിത്രമുണ്ട്. ഞാൻ കൊണ്ടോട്ടിയിലെ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഡയറക്ടർ അംഗമാണ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് കേന്ദ്രങ്ങളുള്ള മെഷീനുകളുള്ള ഏകദേശം 55 മെഷീൻ പ്രവർത്തിക്കുന്ന, പൂർണ്ണമായും സൗജന്യമായി കൊടുക്കുന്ന ഒരു ഡയാലിസിസ് കേന്ദ്രമാണ് ഞങ്ങളുടെ കേന്ദ്രം. ഏകദേശം 1.5 ലക്ഷത്തോളം ഡയാലിസുകൾ നടന്നു കഴിഞ്ഞു. അവിടെ സ്വന്തം രക്തത്തെ ശുദ്ധീകരിക്കുന്ന ഡയാലിസിസ് പ്രോസസ്സ് നടക്കുമ്പോൾ ആ ബെഡിൽ കിടക്കുന്ന ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും ചാരിക്കടന്ന് ബ്ലഡുകൾ ഇങ്ങനെ ശുദ്ധീകരിക്കുന്ന സമയത്ത് നോക്കുന്ന മുഖം പുഞ്ചിരിക്കുന്ന ശിഹാബ് തങ്ങളുടെ മുഖമാണ്. ആരോരുമില്ലാതെ വീടില്ലാതെ പ്രയാസപ്പെടുന്നവന് ഒരു കൂര വെച്ച് കൊടുക്കാൻ ആ പ്രദേശത്തെ ആളുകൾ പണം സ്വരൂപിച്ച് എല്ലാം ചേർത്തിണക്കി അവന് ബൈത്തുർ റഹ്മ എന്ന വീട് കൊടുത്തുകൊണ്ട് അവൻ ആ ലോക്ക് തുറക്കുമ്പോൾ ആ ലോക്ക് തുറന്ന് അവൻ ആദ്യം കാണുന്നത് പുഞ്ചിരിക്കുന്ന ശിഹാബ് തങ്ങളുടെ മുഖമാണ്. ഇവിടെ കളക്ടർ സാഹിബും MLAയും ഒക്കെ സൂചിപ്പിച്ചു വയനാട് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ. അവിടെയെല്ലാം ചെല്ലുമ്പോഴും ഈ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള ഈ സേവനങ്ങളൊക്കെ ചെയ്യുവാനും പ്രാപ്തിയാക്കി കൊടുത്തത്, ഈ സന്നദ്ധ സേവന സംഘത്തെ രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ സപ്പോർട്ട് നൽകി ഇങ്ങനെ ഒരു ആശയം മുന്നിലേക്ക് കൊണ്ടുവരുന്നതിലുമൊക്കെ നമുക്ക് ശക്തി നിന്നത് ആ മഹാനായ ശിഹാബ് തങ്ങളുടെ ഓർമ്മകളാണ് എന്നതാണ്. ആ ഓർമ്മകളാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. വിദ്യാഭ്യാസത്തിന് അത്രമാത്രം പ്രാധാന്യം തങ്ങൾ നൽകിയിരുന്നു എന്നതാണ്. ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. ഏത് മലപ്പുറമാണ്? ആരാൻ്റെ വിറകുപെട്ടികളും വെള്ളം കോരികളുമായി പോകുമായിരുന്ന ഒരു സമൂഹത്തെ, പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ മലബാർ മേഖല, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ നിന്നൊക്കെ വിദ്യാഭ്യാസപരമായി വലിയ ഒരു പുരോഗതിയിലേക്ക് നാടിനെ കൊണ്ടെത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മഹാനായ നേതാവായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. 948 കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജ് സ്ഥാപിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ അലീഗർ എന്ന് നമ്മൾ വിളിക്കുന്ന ആ സ്ഥാപനത്തിലാണ് ഒരുപാട് കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഫാറൂഖ് കോളേജ് രൂപീകരിച്ച് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ ഈ 2024 ഈ ദിവസം ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഈ ജൂൺ 20 ഈ ദിവസം ഞാൻ ഈ സംസാരിക്കുന്ന ഈ ദിവസം ഏകദേശം 85% മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായി അത് മാറുകയുണ്ടായി എന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ തൽപരരായി എല്ലാ മേഖലയിലും അവരുണ്ടാകണം, അവരുടെ വളർച്ച ഉണ്ടാകണം. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഈ സമൂഹത്തിനെ മാറ്റാൻ കഴിയുകയുള്ളൂ എന്ന് എല്ലാ തവണയും പ്രഭാഷകൻ്റെ എല്ലാ തവണയും സംസാരിച്ചിരുന്ന
വാചാലനായിരുന്ന നേതാവായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മരിക്കുന്നതിന് ഏകദേശം 5-6 മാസങ്ങൾക്ക് മുമ്പാണ് മലയാള മനോരമയിലെ ശ്രീ ജോണി ലൂക്കോസ് നടത്തിയ ഇൻ്റർവ്യൂവിൽ തങ്ങൾ പറഞ്ഞ വാക്ക് അന്നത്തെ ആ എക്സിബിഷനിൽ, അന്നത്തെ ഡോക്യുമെൻ്ററിയിൽ അതവിടെ പ്രദർശിപ്പിച്ചിരുന്നു. നിങ്ങൾ ഏത് തരത്തിലുള്ള നേതാവാകാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെന്ന് ശിഹാബ് തങ്ങളോട് ചോദിച്ചപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം നിൽക്കുന്ന പൊസിഷനും അദ്ദേഹം നിൽക്കുന്ന മേഖലയുമെല്ലാം നമുക്കറിയാം. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുണ്ട്, എനിക്കൊരു സാധാരണക്കാരനായി നിൽക്കാൻ, ഒരു സാധാരണ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹമെന്നതാണ്. ആ ഒരു സന്ദേശമാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്ന് നൽകിയിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മളെല്ലാവരും അനുവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഇന്ന് മുസ്ലിം ലീഗ് ഏകദേശം 78 വർഷക്കാലം ഇന്ത്യ രാജ്യത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 1948 മാർച്ച് 10 മദ്രാസി രാജാജി ഹാളിൽ വെച്ച് ഈ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ യോഗ്യമായില്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. ഹൈദരാബാദ് ആക്ഷന്റെ കാലഘട്ടത്ത് നിങ്ങൾ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്ന് എഴുതി തന്നാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഒഴിവാക്കി തരുമെന്ന് പറഞ്ഞ പോലീസിനോട് ഞാൻ മുസ്ലിം ലീഗുകാരാണെന്ന് ഉറക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ജയിലറകളിലേക്ക് പോയ പ്രിയപ്പെട്ട തങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ ആ ഒരു ഇച്ഛാശക്തിയാണ്, അവരുടെ ആ ദീർഘവീക്ഷണമാണ്, അവരുടെ ആ ഒരു സാമീപ്യമാണ് പിന്നീട് ഇങ്ങ് നമ്മൾ കാണുന്ന എല്ലാ നേട്ടങ്ങൾക്കും പിറകിലെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. 14 ജില്ലകളിൽ 14ാം സ്ഥാനത്തായിരുന്നു മലപ്പുറം ജില്ല വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്നത്. 2000 നിൽക്കുന്ന സമയത്താണ് ഞാനിത് പറയുന്നത്. പക്ഷേ 2024 കേരളത്തിൽ ഏറ്റവും കൂടുതൽ A+ കിട്ടുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആ മലപ്പുറത്തെ പ്രാപ്തമാക്കിയതിൻ്റെ പിന്നിലുള്ള ചാലകശക്തി എന്ന് പറയുന്നതും പ്രിയപ്പെട്ട തങ്ങളുൾപ്പെടെയുള്ള ആ നേതൃത്വത്തിൻ്റെ ഇടപെടലുകളും അവരുടെ കഴിവുകളുമാണ് എന്നാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് ഓർത്തെടുക്കാനുള്ളത്. അങ്ങനെ എല്ലാ മേഖലയിലും തങ്ങളുടെ സാമീപ്യം ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി എല്ലാ മേഖലയിലും വളർത്തിക്കൊണ്ടുവരുന്ന വലിയ പങ്ക് വഹിക്കാൻ പ്രിയപ്പെട്ട തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്. MSFന്റെ ദേശീയ പ്രസിഡന്റ് എന്ന നിലയിൽ 1-2 കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് പറയാതിരുന്നാൽ അത് ഒരുപക്ഷെ ശിഹാബ് തങ്ങളുടെ ഓർമ്മകളോട് ചെയ്യുന്ന തെറ്റുകളായിരിക്കാം. ഞങ്ങൾ പ്രിയപ്പെട്ട ബഷീർ സാഹിബ് ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായി ഉത്തരേന്ത്യയുടെ മണ്ണിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. UP-യും ബീഹാറും ബംഗാളും ജാർഖണ്ഡും മഹാരാഷ്ട്രയും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഉത്തരേന്ത്യയുടെ തെരുവുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ ഈ കാസർഗോഡിൻ്റെ ടൗൺ ഹാളിനകത്ത് എന്തു ഭദ്രതയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആർജവമുള്ള ഭാഷയിൽ നമുക്ക് പറയാൻ ഒരു തടസ്സവുമില്ല. നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ശക്തിയും ത്രാണിയുമുള്ള ഒരു കാലഘട്ടത്തും ഒരു പ്രദേശത്തുമാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കുമുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് ഇരിക്കാൻ കഴിയാത്ത എത്രയോ പ്രദേശങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തേക്ക് കാസർഗോഡ് നിന്ന് ഞങ്ങൾ പ്രസംഗിച്ച് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ച് യാത്രയാക്കാൻ MLA-യും ജില്ലാ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടാകും. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഞങ്ങളെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ ഒരാളുണ്ടാകും. അത് മറ്റാരുമല്ല, ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ഓഫീസറാണ്. കാത്തിരുന്ന് ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനാണ് നിങ്ങളിവിടെ വന്നത്, എന്ത് കാര്യത്തിനാണ് നിങ്ങളിവിടെ വന്നത് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്താണ് ഇവിടെ സംസാരിച്ചത്, എന്താണ് നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ച് ഹരാസ് ചെയ്യുന്നൊരു സമയം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം ഉത്തരേന്ത്യയുടെ ഗ്രാമത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് സാധാരണക്കാരായ മനുഷ്യൻ ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾക്കൊരു തങ്ങളില്ലാതെ പോയല്ലോ എന്ന്, ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു തങ്ങളില്ലാതെ പോയല്ലോ എന്ന് കരയുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ആരുടെ പിന്മുറക്കാരാണ്? താജ്മഹലും ചെങ്കോട്ടയും കുത്തുബ് മിനാറും ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ പ്രതാപികൾ മുഴുവൻ സ്ഥാപിച്ച ഇന്ത്യയുടെ മുഗൾ രാജവംശത്തിന്റെ പിന്തളമുറക്കാർ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്കൊരു തങ്ങളില്ലാതെ പോയി എന്നതാണ്. ഡൽഹിയിൽ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും, ഒരുപക്ഷെ പോയിട്ടില്ലെങ്കിൽ ആ കാഴ്ച നിങ്ങൾ കാണും. ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തലസ്ഥാന നഗരമാണ്. നിങ്ങൾ കാണുന്ന രാജകീയമായ സൗകര്യങ്ങളുള്ള ഡൽഹി ഒരു ഭാഗത്തുണ്ട്.
പക്ഷേ നിങ്ങൾ ഡൽഹിയിലെ ചില പ്രദേശങ്ങളിൽ കടന്നു പോകണം. അവിടെ അധിവസിക്കുന്ന മുസ്ലിം സഹോദരന്മാരുണ്ട്. പ്രത്യേകിച്ച് പറയുന്നത് ചാന്ദിനി ചൗക്കും ചൗരി ബസാറും ഉൾപ്പെടെയുള്ള ഈ ജുമാ മസ്ജിദൊക്കെ നിലകൊള്ളുന്ന ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളുണ്ട്. ഒരുപക്ഷെ ആ പ്രദേശത്തിലേക്ക് നിങ്ങൾ മെട്രോ ട്രെയിനിൽ ഇറങ്ങി വരുമ്പോൾ നല്ല കാഴ്ചകൾ നിങ്ങൾ കാണും. ആ മെട്രോയിൽ നിന്ന് നിങ്ങൾ താഴെ ഇറങ്ങി വരുമ്പോൾ നിങ്ങളെ കാത്ത് ഒരുപാട് റിക്ഷ തൊഴിലാളികൾ ഇരിക്കുന്നുണ്ടാകും. ആ റിക്ഷ തൊഴിലാളികളുടെ പേര് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയും ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ രാജാക്കന്മാരായവരുടെ പേരുകളാണ് അവർക്കുള്ളത്. പക്ഷെ അവരെങ്ങനെയാണ് ആ റിക്ഷ വലിക്കുന്ന തൊഴിലാളികളായി മാറിയത്? ഓർമ്മയുണ്ട്, കടുത്ത വേനലിൽ റമദാൻ മാസത്തിൽ പോലും മനുഷ്യനെ വലിക്കുന്ന റിക്ഷ വലിച്ചിട്ട് ചോര തുപ്പുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രയാസം അനുഭവിക്കുന്നവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരോട് നിങ്ങൾ പഠിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിത് പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങളെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിത് പറയാൻ ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളെ പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ആരുമില്ല. അവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. നമുക്ക് തങ്ങളുണ്ട്, നമ്മുടെ പിതാമഹന്മാരായ ഒരുപാട് നേതാക്കളുണ്ട്. അവർ കാണിച്ച പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോഴാണ് നമുക്ക് ഈ അഭിവൃദ്ധി നമുക്കുണ്ടായത്. MSFന്റെ കമ്മിറ്റി അംഗമെന്ന നിലയിൽ കഴിഞ്ഞ തവണ ഞങ്ങളുടെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ സ്കൂൾ ബാഗുകൾ കൊടുക്കുന്ന പരിപാടി. അങ്ങനെ ഞങ്ങൾ UPയിലെ ഹരിയാനയിലെ മേവാത്ത് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഈ ബാഗുമായി ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ഒരു ഉമ്മ അവിടെ നിന്നിങ്ങനെ കരയുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ബാഗ് കിട്ടുമ്പോൾ എന്തിനാണ് ഉമ്മ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മകളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്കൂൾ ബാഗ് ഞാൻ കാണുന്നത്. ഏതാളുകളോടാണ് ഈ പറയുന്നത്? മണിക്കൂറിൽക്കകവല്ലെങ്കിൽ ഓരോ വർഷവും ഓരോ മാസത്തിലും വിവിധ ബാഗുകളും ടിഫിൻ ബോക്സുകളും ജോമെട്രി ബോക്സുകളും വിവിധ ഡ്രസ്സുകളും മാറ്റിമറിച്ചുകൊള്ളുന്ന അല്ലെങ്കിൽ മാറിയെടുക്കുന്ന നമ്മളെ മുമ്പിൽ വെച്ചിട്ടാണ് അവർ പറയുന്നത്, എൻ്റെ മകൾ ആദ്യമായിട്ടാണ് ഒരു സ്കൂൾ ബാഗ് കാണുന്നത് എന്നതാണ്. ഈ തലമുറയുടെ ഒരു വല്ലാത്തൊരു വിഷമം നമ്മളവിടെ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു നേതാവില്ലാത്ത കഥ അവിടെയുണ്ട്. ഇന്ന് ഉത്തരേന്ത്യയുടെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് അതാണ്. അവർക്കൊരു നേതാവില്ലാത്തൊരു സാഹചര്യം, അവർ നേതൃത്വം കൊടുക്കാനില്ലാത്തൊരു സാഹചര്യം. അവിടേക്കാണ് നമ്മളുടെ കേരളത്തിൽ നമ്മൾ കാണുന്ന ഈ മോഡലുകൾ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചത് എന്നതാണ്. ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഗ്രാമത്തിൽ ആൾക്കൂട്ട കൊലപാതകം നടക്കുമ്പോൾ അവർ കാത്തിരിക്കുന്നത് കേരളത്തിൽ നിന്നൊരു സംഘം വരുന്നുണ്ട് എന്നതാണ്. കേരളത്തിൽ നിന്ന് ഞങ്ങളെ കാണാൻ ആരെങ്കിലും ഒക്കെ വരും എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. മുസഫർ നഗറിൽ അവിടെ വല്ലാത്തൊരു കലാപം നടന്ന സമയത്ത്, എല്ലാവരും സഹായങ്ങൾ കൈവിട്ട സമയത്ത് ഇതേ ശിഹാബ് തങ്ങളുടെ പേരിൽ ഒരു ഗ്രാമമുണ്ടാക്കിയിട്ടാണ് മുസ്ലിം ലീഗ് അവരെ പുനരധിവസിപ്പിച്ചത്. ആരുമുണ്ടായില്ലാത്തവർക്ക്, ആരും നോക്കാതില്ലാത്തവർക്ക് ഇന്ത്യയുടെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഉത്തർപ്രദേശിലെ മുസഫർ നഗർ എന്ന പ്രദേശത്ത് നിങ്ങൾ പോയാൽ ഇപ്പോഴും കാണാം, ഗേറ്റിനകത്ത് ശിഹാബ് തങ്ങൾ വില്ലേജ് എന്നാണ് അതിന് നാമധേയം കിട്ടുകൊടുത്തത്. അവിടെ ഇപ്പോഴും 100ഓളം കുടുംബങ്ങൾ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ട ജുനൈദിന്റെ കുടുംബത്തിന് അത്താണിയായി മാറിയത് മുസ്ലിം ലീഗാണ്. ഗുജറാത്ത് കലാപത്തിൽ അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കും പങ്കുണ്ട് എന്ന് എഴുതി വെച്ചതിന്റെ പേരിൽ ജയിൽ തുറങ്കിൽ അടക്കപ്പെട്ട സഞ്ജീവ് ഭട്ടിന്റെ ഭാര്യയ്ക്ക് സമാശ്വാസം കൊടുക്കുവാനും നീതിയുടെ പോരാട്ടത്തിന് മുന്നിൽ നിന്ന പ്രസ്ഥാനത്തിന്റെ പേരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. UPയിലെ കഫീൽ ഖാൻ പാവപ്പെട്ട മക്കൾക്ക് ഓക്സിജൻ നിഷേധിക്കപ്പെട്ടപ്പോ ഓക്സിജൻ കൊടുത്തതിന്റെ പേരിൽ പ്രിയപ്പെട്ട കഫീൽ ഖാനെ വേട്ടയാടിയപ്പോ, അരുത്, നിങ്ങളെ വേട്ടയാടിയാൽ നിങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും ഒരു കുടുംബം ഇവിടെയുണ്ട്, ആ കുടുംബത്തിന്റെ പേരാണ് പാണക്കാട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വന്ന കഫീൽ ഖാൻ പാണക്കാട്ടേക്കായിരുന്നു. ജുനൈദിന്റെ ഉമ്മയെ കാണുമ്പോൾ എപ്പോഴും പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളോടാണ് എന്നാണ്. കാരണം അവർ ഹൈദർ അലി ശിഹാബ് തങ്ങളെയാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്. ആ കുട്ടി മരിച്ചപ്പോൾ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് അവർക്കൊരു വാഹനം വാങ്ങിക്കൊടുത്ത് ഇന്ന് ആ കുടുംബം പോകുന്നത് ആ വാഹനം ഓടിക്കിട്ടുന്ന വരുമാനം കൊണ്ടാണെന്ന് ആ ഉമ്മ പറയുമ്പോൾ ഒരു മുസ്ലിം ലീഗുകാരൻ എന്ന നിലയിൽ നമ്മൾക്ക് അഭിമാനമുണ്ട്. അത് നമ്മളെ പഠിപ്പിച്ചത് ശിഹാബ് തങ്ങളാണ്. ഇവിടെ പ്രിയപ്പെട്ട AKM പറഞ്ഞല്ലോ, AKMനോട് ചോദിച്ച ചോദ്യം ഞങ്ങളോടും പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലും ഞാൻ ആ കുടുംബത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ, പ്രിയപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങളോട് കൂടെ ആ അർജുനന്റെ വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവരും പറയുന്നുണ്ട്, ഞങ്ങളൊരു മുസ്ലിം ലീഗ് കുടുംബത്തിൽപ്പെട്ട ആളുകളൊന്നുമല്ല, പക്ഷേ ഞങ്ങൾക്കൊരു പ്രയാസം വന്നപ്പോൾ ഞങ്ങളോട് ചേർന്ന് നിന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അവർ പറയുമെങ്കിൽ
അത് ഏകെയും പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. നമ്മളെ പഠിപ്പിച്ച മുസ്ലിം ലീഗ് രാഷ്ട്രീയം അതാണ്, നമ്മുടെ നേതൃത്വം അതാണ്, നമ്മുടെ നേതാക്കന്മാരതാണ്. അത് തന്നെയല്ലേ നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ ശിഹാബ് തങ്ങളുടെ സ്മരണ പുതുക്കുന്ന ദിവസമായിരുന്നു അന്ന് ജൂലൈ 30 മലയാള മനോരമ എക്സിബിഷനുമായി പന്തലിട്ട് പാണക്കാട് കൊടപ്പനക്കൽ ഇങ്ങനെ പന്തലിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. പിറ്റേ ദിവസം ജൂലൈ 30 ജൂലൈ 30-ഉം 31 പ്രദർശനം കഴിഞ്ഞ് ഓഗസ്റ്റ് 1 പാണക്കാട് ശിഹാബ് തങ്ങളുടെ അനുസ്മരണ ചടങ്ങ് നടത്താൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അന്ന് പുലർച്ചെയാണ് വയനാട്ടിൽ ആ ഉരുൾപൊട്ടലുണ്ടായത്. പാണക്കാട്ടെ പന്തലിൽ നിന്നാണ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉൾപ്പെടെയുള്ള ഞങ്ങൾ പറഞ്ഞു, ഈ പരിപാടി ഇവിടെ മാറ്റിവെക്കുക. ഉടനെ എല്ലാവരും വാഹനത്തിൽ കയറി നേരെ പോയത് ചൂരൽമലയിലേക്കായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ ഒരു പ്രവർത്തനങ്ങൾ അതുതന്നെയായിരുന്നു. ഇവിടെ അഷ്റഫ് ഉണ്ട്, എല്ലാവരും ഇവിടെയുണ്ട്. അഷ്റഫ് എല്ലാവരും വൈറ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട് അവിടെ എല്ലാം പ്രവർത്തിച്ചവരാണ്. പിന്നീട് അങ്ങോട്ടൊരു 10-20 ദിവസം ആ നാടിനെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അവരെ അതിജീവിക്കുവാനുള്ള പോരാട്ടത്തിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അവർക്ക് വേണ്ടി ഒരു ഫണ്ട് പ്രഖ്യാപിച്ചപ്പോൾ മിനിറ്റുകൾക്കകം കോടികൾ സ്വരൂപിക്കാൻ പറയുന്ന ഒരു പാർട്ടി അത് മുസ്ലിം ലീഗാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞത്, ഞാൻ അന്ന് അവിടെ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ പറഞ്ഞത്, മുസ്ലിം ലീഗിനേക്കാൾ വല്ലാവുന്ന ഒരു പാർട്ടി ഇന്ന് ഈ മേഖലയിൽ കേരളത്തിൽ ഇല്ല എന്നതാണ്. അത് നമ്മളെടുത്ത വിശ്വാസമാണ്, നമ്മൾ ചെയ്ത പ്രവർത്തികൾക്കുള്ളൊരു അംഗീകാരമാണ്. കാരണം നമ്മുടെ നേതാവ് പാണക്കാട് കുടുംബമാണ് എന്നതാണ്. അവർ കൊടുത്ത വിശ്വാസമാണ്, അവർ സമൂഹത്തിന് മുന്നിൽ കൊടുത്ത വിശ്വാസം കൊണ്ടാണ് നമ്മളിത് നേടിയെടുത്തത്. മിനിറ്റുകൾക്കകം കോടികൾ നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൻ്റെ മഹിമ കൊണ്ടാണ് എന്ന് മാത്രമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ശിഹാബ് തങ്ങളെ ഓർക്കുമ്പോൾ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇന്ന് ഇന്ത്യയിലെ മർദ്ദിത ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി നമുക്ക് മാറാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ്. പാർലമെന്റിനകത്ത് കടുത്ത ഫാസിസ്റ്റുകൾ നമ്മൾക്കെതിരെ സംസാരിക്കുമ്പോൾ, കാടത്തമുള്ള പല നടപടികളുമായി മുന്നോട്ട് വരുമ്പോൾ അവരെ മുഖത്ത് നോക്കി നോ പറയാൻ നമുക്ക് നമ്മുടെ MP-മാരുള്ളൂ എന്നൊരു ആശ്വാസമാണ്. അവർ സംസാരിക്കുന്നത് മലപ്പുറത്തിനോ മലബാറിനോ കേരളത്തിനോ വേണ്ടി മാത്രമായിരുന്നില്ല. അവർ സംസാരിക്കുന്നത് ഇന്ത്യയിലെ മർദ്ദിത ന്യൂനപക്ഷ പിന്നോക്കങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഐക്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഐക്യത്തെ തകർക്കാൻ ഇന്ന് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഐക്യം തകർന്നു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ ചെങ്കോട്ടയുടെയും കുത്തബ്മിനാറിൻ്റെയും താജ്മഹലിൻ്റെയും ഒക്കെ പിന്തലമുറക്കാർ ഇന്ന് അനുഭവിച്ചത് ആ നേതൃത്വം ചിന്ന ഭിന്നമായി പോയപ്പോഴാണ്. അവർക്കാരുമില്ല ഇന്ന്, അവർക്ക് നേതാവില്ലാതെ പോയത് ആ സമയത്ത് അവർ തകർന്ന് തരിപ്പണമായതുകൊണ്ടാണ്. നമ്മളിങ്ങനെ വളർന്നു പന്തലിച്ചത് ഈ ഒരു നേട്ടം നമ്മൾ അനുഭവിച്ചത് കൊണ്ടാണ്. ഡൽഹിയിൽ പലപ്പോഴും ഞങ്ങൾ സെമിനാറുകൾക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ആളുകളെ നമ്മൾ കാണും. ഇന്ത്യയിൽ ഇന്ന് നിങ്ങൾ കാണുന്ന എല്ലാ പ്രഗത്ഭരായ ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ സംസാരിക്കുമ്പോൾ പറയും കേരള മോഡൽ, കേരള മോഡൽ. അങ്ങനെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് 2006 UPA ഗവൺമെൻറ് വന്ന സമയത്ത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കുറിച്ച് കൃത്യമായി ഒരു മഗ്ന കാർട്ട, ഇന്ത്യയുടെ ന്യൂനപക്ഷങ്ങളുടെ മഗ്ന കാർട്ടയായി നമുക്കതിനെ കാണാൻ സാധിക്കും. ആ റിപ്പോർട്ടിലാണ് കൃത്യമായി പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവർ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളെല്ലാം അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിനെ അടിവരയിട്ട് പറയേണ്ട ഒരു വാക്യം അതിൽ എഴുതി വച്ചിട്ടുണ്ട്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരിക്കുന്ന ഈ വേദിയിൽ ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, എവിടെയാണോ മുസ്ലിങ്ങൾ അഭിവൃദ്ധിയോടുകൂടി ജീവിക്കുന്നത്, എവിടെയാണോ മുസ്ലിങ്ങൾ എല്ലാ സൗകര്യങ്ങളും കൂടി ജീവിക്കുന്നത്, എവിടെയാണോ മുസ്ലിങ്ങൾ സുരക്ഷിതമായി ജീവിക്കുന്നത്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്, അത് മലപ്പുറം ഉൾപ്പെടുന്ന മലബാറിലാണ് എന്ന് ഇന്ത്യയിലെ റിട്ടയർഡ് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് രജീന്ദർ സച്ചാർ എഴുതിയ റിപ്പോർട്ടിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ വിജയമാണ്. അതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കിട്ടിയ അംഗീകാരമെന്ന് നമ്മൾ പറയുന്നത്. ആരാൻ്റെ വിറക് വെട്ടികളും വെള്ളം കോരികളുമായി പോകുമായിരുന്ന ആ സമൂഹത്തെ നമ്മൾ
ഇന്ന് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആളുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും എല്ലായിടത്തും എടുത്ത് പരിശോധിച്ചാൽ അവിടെ നമുക്ക് വരാൻ സാധിക്കുന്നത് നമുക്ക് കിട്ടിയ വലിയ അംഗീകാരമാണ്. നമ്മുടെ നേതാക്കന്മാർ നമുക്ക് കാണിച്ച ആ ഒരു വഴികളാണ്. മഹാനായ ബാഫക്കി തങ്ങൾ, മഹാനായ പൂക്കോയ തങ്ങൾ, മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്, മഹാനായ പൂക്കോയ തങ്ങൾ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ കാണിച്ചു കൊടുത്ത വഴിയിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നത്. ഞാൻ വരുന്നത് മലപ്പുറത്തെ കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ആ പ്രദേശത്തെ ആളുകളോട് പറഞ്ഞു, നിങ്ങളിവിടെ കുറച്ച് ഭൂമി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് CHനോട് ചോദിച്ചപ്പോൾ CH പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു സർവകലാശാല കൊണ്ടുവരുമെന്ന് പറഞ്ഞു. സർവകലാശാല എന്ന് തീർത്തും എഴുതാൻ കഴിയാത്ത ഒരു തലമുറക്ക് മുന്നിലാണ് CH പറഞ്ഞത്, ഞാൻ ഇവിടെ ഒരു സർവകലാശാല കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. അന്ന് CH പറഞ്ഞു, നിങ്ങൾക്കല്ല, നിങ്ങളുടെ ശേഷം ഒരു തലമുറ വരും, അവർക്ക് ശേഷം ഒരു തലമുറ വരും, അവർ പഠിച്ച് വലുതായി അവർക്ക് സർട്ടിഫിക്കറ്റുകൾ വാങ്ങാൻ ഈ യൂണിവേഴ്സിറ്റി പ്രാപ്തമാകാൻ തയ്യാറാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് CH പറഞ്ഞത്. എന്തിനേറെ ഇന്ന് ഞാൻ ഈ പോഡിയത്തിൽ ഇരിക്കുമ്പോഴും ഞാൻ വാങ്ങിയ സർട്ടിഫിക്കറ്റിൻ്റെ അടിയിൽ ഒപ്പിട്ടതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിടാനുള്ള പ്രാപ്തമാക്കി അവരെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രാപ്തമാക്കി എന്നതാണ് അന്ന് നമ്മളെടുത്ത നയപരമായ തീരുമാനം. അവിടുന്ന് അങ്ങോട്ടാണ് വളർച്ചയുടെ വലിയ ഒരു തുടക്കം നമുക്കുണ്ടായത്. അതങ്ങ് പറന്ന് പന്തലിച്ച് പിന്നീട് സർവകലാശാലയുടെ ഏറ്റവും കൂടുതൽ സർവകലാശാലയുള്ള ജില്ലയായി മാറി, ഏറ്റവും കൂടുതൽ മേഖലയുള്ള പ്രദേശങ്ങളായി മാറി. നമ്മുടെ മലബാറും മലപ്പുറവും കോഴിക്കോടും ഉൾപ്പെടുന്ന നമ്മുടെ പ്രദേശങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ നേട്ടങ്ങളുള്ള ഒരു പ്രദേശമായി മാറാൻ സാധിച്ചത് അങ്ങനെയുള്ള ദിഷണപരമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഓർക്കുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ടത്. ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ ചേർത്ത് നിർത്താൻ ഒരു കുടുംബം നമുക്കുണ്ടായാൽ ഈ രാജ്യം നമുക്ക് പ്രയാസമില്ലാതെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അധിവസിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു പ്രയത്നത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനം ഡൽഹിയിൽ വരുന്നതോടുകൂടി അതൊരു ഓഫീസ് സമുച്ചയം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ പിന്നോക്ക മർദ്ദിത ന്യൂനപക്ഷങ്ങളുടെ ഒരു ആശ്വാസ കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളുള്ളത്. അവിടെ നിന്ന് ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാക്കി ഏകദേശം ആളുകളെ കണ്ടെത്തി മേഖലകളെ കണ്ടെത്തി തിരിച്ച് അവർക്ക് കൊടുക്കാവുന്ന എല്ലാ സപ്പോർട്ടുകളും കൊടുക്കാവുന്ന ഒരു കേന്ദ്രമാക്കി എടുക്കാനാണ് നമ്മൾ അവിടെ നിന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. മഹാനായ തങ്ങളുടെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ അറിയാതെ ഓടി വരികയാണ്. നീതി നിഷേധിക്കപ്പെടുന്ന എല്ലാവരും ഇന്ന് ചേർത്ത് പിടിക്കുന്നത് ഈ പാർട്ടിയാണ്, ഈ പാർട്ടിയുടെ പതാകയാണ്. കാരണം അത്രമേൽ നമുക്ക് ആ ഒരു ആശ്വാസം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. അത് ബാബരി മസ്ജിദിൻ്റെ സമയത്തായാലും അങ്ങാടിപ്പുറത്തിൻ്റെ തളിക്ഷേത്രം തകർന്ന സമയത്തായാലും കണ്ണൂരിലെ സംഭവങ്ങളെ സമയത്തായാലും നാദാപുരത്തെ പ്രശ്നങ്ങളുണ്ടായ സമയത്തായാലും മഹാറാടിൻ്റെ പ്രശ്നങ്ങളുണ്ടായ സമയത്തായാലും തലശ്ശേരിയിലെ പ്രശ്നങ്ങളുണ്ടായ സമയത്തായാലും എവിടേക്ക് ചെന്നാലും അവിടെയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ശിഹാബ് തങ്ങൾ എന്ന വലിയ മനുഷ്യൻ്റെ ആ വാക്കുകൾക്ക് ആ നാട് കൊടുത്തൊരു അംഗീകാരമായിട്ടാണ്. ആ വാക്കുകൊണ്ട് ആ നാട് സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം തീർന്നു എന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കുകയാണ്. 2009 പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ തൊട്ടപ്പുറത്തെ വർഷം 2010 അതേ ഓഗസ്റ്റ് 1 ഒരു ചരിത്ര മുഹൂർത്തത്തിന് വേദിയായി ഡൽഹിയിൽ. അത് മഹാനായ ശിഹാബ് തങ്ങളെക്കുറിച്ചുള്ള സ്റ്റാമ്പ് പ്രകാശനമായിരുന്നു. അന്ന് സ്റ്റാമ്പ് ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രോസസ്സുള്ള കാര്യമാണ്. ഇന്നൊരു പക്ഷേ നമുക്കത്ര പ്രോസസ്സില്ല. പക്ഷെ അന്ന് ഒരാളെക്കുറിച്ചൊരു സ്റ്റാമ്പ് പുറത്തിറക്കുക എന്ന് പറയുന്നത് ഒരുപാട് പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷേ അന്ന് UPA ഗവൺമെൻറ് കാലഘട്ടമായിരുന്നു. ശ്രീമതി സോണിയാഗാന്ധിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗും പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബിൻ്റെയും ഒക്കെ ആത്മാർത്ഥമായ ശ്രമഫലം കൊണ്ടാണ് ആ ചരിത്ര മുഹൂർത്തത്തിന് വേദിയായത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള അന്നത്തെ ഔദ്യോഗിക വസതി 24 റൈസ് കോഴ്സ് റോഡ് എന്നായിരുന്നു അന്ന് അതിൻ്റെ പേര്. ഇന്ന് അതിൻ്റെ ലോക് കല്യാൺ മാർഗ് എന്ന് അവർ പേര് മാറ്റി. അന്ന് മൻമോഹൻ സിംഗിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് പ്രിയപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളെയും പാണക്കാട്ടെ മുഴുവൻ കുടുംബാംഗങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു സ്റ്റാമ്പ് അനാച്ഛാദനം ചെയ്തു. അന്ന് പ്രിയപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ പ്രസംഗവും ഇതുപോലെ റെക്കോർഡാണ്.
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ആ പ്രസംഗം നിങ്ങൾക്ക് കിട്ടും. അന്ന് ശിഹാബ് തങ്ങളെക്കുറിച്ച് മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗത്തിൻ്റെ വാക്കും അതായിരുന്നു, ഹീസ് എ ഗ്രേറ്റ് സ്റ്റേറ്റ്സ്മാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഓർക്കുന്നവർ മുഴുവൻ, പ്രിയപ്പെട്ട സോണിയാഗാന്ധി അന്ന് പറഞ്ഞത്, എൻ്റെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ട വേദനയാണ് പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ മരണപ്പെട്ടപ്പോൾ എനിക്കുണ്ടായത് എന്നതാണ്. അങ്ങനെയായിരുന്നു അദ്ദേഹം എല്ലാവരുമായി ബന്ധം സ്ഥാപിച്ചിരുന്നത്. ഏറ്റവും സാധാരണക്കാരായ ആളുകളും പറയുന്നത് അത് തന്നെയാണ്. പണക്കാട്ട ചായ കൊടുക്കുന്ന അലവിയാക്ക പറയും, എനിക്കിനി ശിഹാബ് തങ്ങൾ മരണപ്പെട്ടപ്പോൾ എനിക്കിനി ആരുമില്ല എന്ന് പൊട്ടിക്കരഞ്ഞ അലവിയാക്കയെ നമ്മൾ കണ്ടിരുന്നു. അല്പം വൈകാതെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അലവിയാക്കയെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അത്രമേൽ ആത്മബന്ധമായിരുന്നു തങ്ങളുമായി പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ കാസർഗോഡ് ഒരിനേക്കാളും തങ്ങളുമായി ഇടപഴകിയ ആളുകൾ ഇവിടെ ഇരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു സാമീപ്യം ഉണ്ടായിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ, ലോകത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ഒരു അംബാസഡറായി നമ്മൾ കണ്ട മഹാനായ വ്യക്തിയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാക്ക്, ദ ലാസ്റ്റ് പ്രോഫറ്റ് ഓഫ് സെക്കുലർ പൊളിറ്റിക്സ്. ഞാൻ ഈ പറഞ്ഞ പ്രസംഗം ഒരു 10-25 മിനിറ്റിനകത്ത് സംസാരിക്കുമ്പോഴും തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ കടന്നു വരുമ്പോഴും ഏതൊക്കെ മേഖലയിൽ തങ്ങൾ സ്പർശിച്ചുവോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പ്രിയപ്പെട്ട തങ്ങൾക്ക് സാധിച്ചു എന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിങ്ങ് തുടർന്നു വരികയാണ്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളോട് തുടർന്നു ഇപ്പോൾ മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രിയപ്പെട്ട തങ്ങളുടെ എല്ലാവരും, അബ്ബാസ് അലി തങ്ങളും പ്രിയപ്പെട്ട തങ്ങളുടെ മക്കളും എല്ലാം ഈ മേഖലയിൽ നമുക്ക് ധൈര്യപൂർവ്വം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു.